ഹായ് നമസ്കാരം. നമ്മളുള്ളത് പോപ്പുലർ മഹേന്ദ്രയുടെ കൊല്ലത്തെ ഷോറൂമിലാണ്. കൊല്ലം രണ്ടാംകുറ്റിയിലാണ് ഈ ഷോറൂം ഉള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് വന്ന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 400 ആണല്ലോ ഈ നമ്മുടെ അതിനകത്ത് ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇറങ്ങിയ സമയത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു കിടിൽ അപ്ഡേഷനാണ്. ആ സമയത്ത് നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കത്തിച്ച കസ്റ്റമർ ഫീഡ്ബാക്കിൻ്റെ ബേസിൽ കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തി ഒരു എക്സ്ട്രീം ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ 400 ആണ്. നമ്മൾ 300യിൽ നിന്ന് 400യിലേക്ക് വന്നപ്പോൾ മിസ് ഔട്ടായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഉൾപ്പെടുത്തി. അപ്പോൾ എന്തായാലും ഷോറൂമിൽ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ ഷോറൂമിൻ്റെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ 400യുടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, പ്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം. ഹലോ ഹലോ നമസ്കാരം. നമസ്കാരം. പേര് പ്രിൻസ് എന്നാണ്. ഫ്രണ്ട്സ് ഇവിടുത്തെ സീനിയർ കൺസൾട്ടന്റ് ആണ്. ആണല്ലേ? ഓക്കെ ഓക്കെ. മഹേന്ദ്രയിൽ കുറച്ച് നാളായിട്ടുണ്ടോ? അതെ അതെ. ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ പോപ്പുലർ മഹേന്ദ്രയിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ഫസ്റ്റ് ഷോറൂം അല്ലേ പോപ്പുലർ? അതെ അതെ, മഹേന്ദ്രയുടെ ഫസ്റ്റ് ഷോറൂമാണ്. ഓക്കെ. ഇപ്പം ഇവിടെ സർവീസും രണ്ടും ഉണ്ടോ? എങ്ങനെയാണ് ഫെസിലിറ്റി? അതെ അതെ, നമുക്ക് ഒരു മാസമായിട്ട് ഇപ്പം ഷോറൂം ഓപ്പൺ ആണ്. ഓക്കെ. മുമ്പ് പോത്തൻസ് ആയിരുന്നു, ഇപ്പോൾ ഒരു മാസമായിട്ട് പോപ്പുലർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സർവീസും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ മാസം തന്നെ ലാസ്റ്റ് സർവീസും അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അത്യാവശ്യം നല്ലൊരു ബിഗ് ഫെസിലിറ്റി തന്നെയാണ്. നമ്മൾ SUV എന്ന് ആലോചിച്ച് നമ്മൾ ഉടനെ ആഗ്രഹിക്കുന്ന ഒരു ബ്രാൻഡ് അല്ലേ? അതെ അതെ, മഹേന്ദ്രൻ്റെ ആയിരിക്കും. കാരണം അത്രത്തോളം ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് SUV എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു ബ്രാൻഡ് തന്നെയുള്ളൂ അല്ലേ? ഇനി നമ്മൾ ഉടനെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം ഇതിന്റെ 5 ഡോർ അല്ലേ? 5 ഡോർ ഏകദേശം അതിന്റെ അപ്ഡേഷൻസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല, ഉടനെ ഉണ്ടെന്നാണ് മഹേന്ദ്ര ചെയ്യുന്നതല്ലേ? അതെ അതെ. ഓക്കെ. അതുപോലെ ഇപ്പം ഇതിന്റെ റിയൽ വീൽ വെർഷൻ എങ്ങനെ ഒരു പുഷ് എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നുണ്ട്? റിയർ വീൽ ഡ്രൈവ് വന്ന സമയത്ത് വളരെ ഭയങ്കര ബുക്കിംഗ് ആയിരുന്നു സംഭവം. ഇപ്പം കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു വണ്ടി. ഇപ്പോൾ കുറച്ച് അവൈലബിൾ ആണ്, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. 2023 വണ്ടികളൊക്കെ ഇപ്പൊ നമുക്ക് ഇയർ ബാക്ക് വണ്ടികളൊക്കെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. കളർ എല്ലാ കളറും ഉണ്ടോ? എല്ലാ കളറും ഇപ്പോൾ ബ്ലാക്കും റെഡും വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കളേഴ്സ് ഒക്കെ ബുക്കിംഗ് അനുസരിച്ച് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. 2023 വണ്ടി വേണ്ടവർക്ക് അതും അവൈലബിൾ ആണ് അല്ലേ? അതെ അതെ. ഓക്കെ. നമ്മുടെ 4 വീൽ വെർഷൻ എല്ലാം കിടപ്പുണ്ട്. 4 വീൽ ഡ്രൈവും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമുക്കൊരു 3-4 കളർ അവൈലബിൾ ആയിട്ടുണ്ട് വണ്ടി അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയുന്നില്ല, കാരണം നമ്മൾ മെയിൻ ഫോക്കസ് പറഞ്ഞാൽ നമ്മുടെ ഈ കിടക്കുന്ന 400 ആണല്ലോ. ഇതിൻ്റെ ഒരു കിടിലൻ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. പിന്നെ നമ്മുടെ സ്കോർപിയോ ഇപ്പോൾ 2 വരുന്നുണ്ടല്ലോ, എന്നും വരുന്നുണ്ട് അല്ലേ? സ്കോർപിയോ എന്നും വരുന്നുണ്ട്, ക്ലാസിക്കും വരുന്നുണ്ട്. ക്ലാസിക് ഇപ്പോൾ ഡിസ്പ്ലേ ഇല്ല അല്ലേ? ക്ലാസിക്ക് നമുക്ക് ഡിസ്പ്ലേ ഇല്ല, നമുക്ക് ഇനി വരുന്നത്. നമ്മുടെ ഇവിടെ ക്ലാസിക്ക് അക്സെപ്റ്റൻസ് ആണോ അതോ എന്നിനാണോ കൂടുതൽ? നമുക്ക് കൂടുതൽ എന്നിനാണ്. നമ്മൾ കേരളത്തിലെ എല്ലാ പുതിയ സാധനങ്ങളാണ് താല്പര്യം. എനിക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ക്ലാസിക്ക് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. അതെ, നോർത്തിലോട്ടാണ് ക്ലാസിക്കിന്റെ കുറച്ച് ഇത് കൂടുതൽ സെയിൽ. നമുക്കിപ്പോ ഇവിടെ എൻ വന്നതിന് ശേഷം കൂടുതൽ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ബിഗ്ഗർ ആണല്ലേ? അതെ അതെ, ബിഗ് ഡാഡി അല്ലേ? ബിഗ് ഡാഡി ആണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ എന്നിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മുടെ 700 കിടപ്പുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ കുറച്ച് ഫീച്ചർ റിച്ച് ആയിട്ട് മഹേന്ദ്ര എന്നൊരു ബ്രാൻഡിൽ കുറച്ച് ഫീച്ചർ റിച്ച് ആയിട്ട് നമ്മൾ മാറിയത് കണ്ടത് ഈ 700 അല്ലേ? അതെ അതെ. ഒരുപാട് അഡാസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെയൊക്കെ ഒരു 8 to 10 months ഒക്കെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു വണ്ടി. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. 2023 മോഡൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ സ്കോർപിയോ എന്നും നമുക്ക് ഇതുപോലെ വെയിറ്റിംഗ് പീരീഡ് ആയിരുന്നു വേണ്ടി. പക്ഷേ ഇപ്പൊ നമുക്ക് പോപ്പുലറിലോട്ട് വന്നപ്പോൾ ഇപ്പൊ പുതിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്തതിന്റെ പേരിൽ തന്നെ നമ്മുടെ സ്റ്റോക്ക് എടുത്തു അല്ലേ? അതെ അതെ, സ്റ്റോക്ക് കുറച്ച് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് സ്കോർപിയോ എന്നൊക്കെ ഫ്രീ സ്റ്റോക്ക് ആയിട്ട് 2023 വണ്ടികൾ കിടപ്പുണ്ട്. ഓക്കെ. പിന്നെ ഇതാണ് നമ്മൾ ലാസ്റ്റ് ഇയർ ഇറങ്ങിയ വണ്ടിയാണ്, അതിന്റെ ഒരു കിടിലൻ അപ്ഡേഷനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം എനിക്ക് കസ്റ്റമർ 300യിൽ ഒന്ന് 400യിലേക്ക് വന്നപ്പോൾ കുറെ മിസ് ഔട്ട് ആയ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അല്ലേ? അതെ അതെ. അത് നമ്മളെല്ലാം ഇപ്പൊ 12 ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് ഇപ്പൊ പുതിയ EVയിലോട്ട് EL Pro എന്ന് പറയുന്ന വേരിയന്റും EC Pro എന്ന് പറയുന്ന 2 വേരിയന്റും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ 2 പവർ ഓപ്ഷനും ആയിട്ടുണ്ട് അല്ലേ? അതെ, 2 ബാറ്ററി ഓപ്ഷൻസ് വണ്ടി. 34.5 കിലോവാട്ട് മുതൽ 39 അത് കഴിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. ഒരു ബഡ്ജറ്റ് നോക്കുന്നവർക്ക് വേണമെങ്കിൽ 30. അതെ അതെ തീർച്ചയായിട്ടും ബഡ്ജറ്റ് നോക്കുന്നവർക്ക് 34.5 എടുക്കാം. അല്ലെങ്കിൽ റേഞ്ച് കൂടുതൽ വേണ്ടുന്നവർക്ക് 39. അതിനകത്ത് നമുക്ക് ഏകദേശം കിട്ടുന്നത് 456 കിലോമീറ്റർ റേഞ്ചാണ്. 34.5ൽ നമുക്ക് 375 കിലോമീറ്റർ റേഞ്ചും. നമുക്ക് ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം നല്ല ഹെവിയാണ്. നമ്മൾ 300യുടെ കാര്യം പറഞ്ഞ സമയത്ത്, അതുപോലെ 400 വന്ന സമയത്ത് പറഞ്ഞ കാര്യമാണ്. അത്യാവശ്യം നല്ല ഹെവിയാണ് അതിൻ്റെ ഒരു ഹുഡും കാര്യങ്ങളൊക്കെ. അതുപോലെ സ്റ്റാർ റേറ്റിങ്ങിൻ്റെ കാര്യത്തിലും ഒരു പ്രീമിയം രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്.
അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് മോട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. മോട്ടേഴ്സ് അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പവർ നോക്കുകയാണെങ്കിൽ 150 BHP 310 Nm ടോർക്കുമാണ് വരുന്നത്. ഇത് നമ്മുടെ ഹെഡ് ലാമ്പ്, ഹോണ് അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ബാറ്ററിയാണ് ഈ കാണുന്നത് കേട്ടോ. ബാക്കിയുള്ള ബാറ്ററി പാക്ക് വണ്ടിയുടെ ഫ്ലോറിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം കാര്യം. അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ വണ്ടിയുടെ ലെങ്തും കാര്യങ്ങളൊക്കെ ഏകദേശം 4.2 മീറ്ററാണ് വണ്ടിയുടെ ടോട്ടൽ ലെങ്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു വാഹനമാണ്. വീൽ ബേസ് ഏകദേശം 2600 mm വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഈ ഒരു ബെസ്റ്റ് സെഗ്മെൻറ്റ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ്, അത് ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ വരുന്നുണ്ട്. അതുപോലെ വൈപ്പറിനകത്ത് നമുക്ക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു പാറ്റേൺ നമ്മൾ 400 ഫസ്റ്റ് EV വന്ന സമയത്ത്, ഇതിൻ്റെ ഒരു ഫസ്റ്റ് വർഷം വന്ന സമയത്താണ് ഈ ഒരു കോപ്പർ ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ആ ഒരു സമയത്തൊരു വെറൈറ്റി ലുക്കൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഇതിനോടൊക്കെ ഫെമിലിയർ ആയെന്ന് തന്നെ പറയാം. ഈ ഒരു ഫ്ലാറ്റ് ഡിസൈൻ തന്നെയാണ് കാണുന്നത്. ഈ ഒരു കൺസെപ്റ്റും ഒരു മെട്രിക് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയാണ്. ലോവറിൽ ഇപ്പം കാര്യങ്ങളൊക്കെ ഒരു പ്രീമിയം ഫീൽ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ടെന്ന് പറയാം. ഇനി നമ്മുടെ സൈഡിലേക്ക് വരുമ്പോൾ വീല് 16 ഇഞ്ചാണ് അലോയ് വീലും കാര്യങ്ങളൊക്കെ വരുന്നത്. 2 വേരിയൻ്റാണ് EC പ്രോയും അതുപോലെ EL പ്രോയും. 2 വേരിയൻ്റാണ് വരുന്നത്. EL പ്രോയിൽ നമുക്ക് 2 ബാറ്ററി പാക്ക് കിട്ടും. ഒന്ന് 34.5 പിന്നെ നേരത്തെ പറഞ്ഞാൽ 39.5. അത് EL പ്രോയിൽ മാത്രമേ 2 കാണത്തുള്ളൂ. EC പ്രോയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള 34.5 kW ബാറ്ററി പാക്ക് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ അതിൻ്റെ ചെറിയ വ്യത്യാസം രണ്ടും തമ്മിലുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് വൈസ് കുറച്ചധികം വ്യത്യാസമായിട്ട് ഈ അതിന് അകത്ത് കാണുന്ന ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം EC പ്രോയിൽ കാണില്ല, EL പ്രോയിൽ മാത്രമേ അതൊക്കെ കാണുള്ളൂ. അപ്പോൾ വീലിലേക്ക് വരുമ്പോഴും ഈ കാണുന്ന അലോയ് വീൽ നമുക്ക് EL പ്രോയിലായിരിക്കും വരുന്നത്. ഇതിൻ്റെ വീൽ ഡയമെൻഷൻ കാര്യങ്ങൾ 205, 65, R16 ആണ് ടയർ ആൻഡ് വീൽ പ്രൊഫൈൽ വരുന്നത്. ഇതാണ് നമ്മുടെ ചാർജിങ് സോക്കറ്റ്. AC DC രണ്ടും ഉപയോഗിക്കാം. ഇതിനകത്ത് നമുക്ക് പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ എത്രത്തോളം ചാർജ് ആയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇതാണ് ഒരു ചാർജിങ് സോക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. ഒരു റേഞ്ച് നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു. റേഞ്ച് വരുന്നത് നമുക്ക് 375 അതുപോലെ 456 2 ബാറ്ററി പാക്കിൻ്റെ ഡിഫറൻസിൽ. പവർ ഫിഗർ 150, 310. മഹേന്ദ്രയുടെ കാര്യം പൊതുവെ പറയുമ്പോൾ ഏത് വാഹനം എടുത്താലും കുറച്ച് ടോർക്കിഷാണ്. ആ ഒരു ഫീൽ നമുക്ക് ഇതിനകത്ത്. EVയിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ അഗ്രസീവ് ആണ്. പക്ഷേ ഇനിഷ്യലി തന്നെ ഈ മാക്സിമം ടോർക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു അതാണ് ഒരു സ്പെഷ്യൽ ഫീലാണ് EV വാഹനങ്ങൾ ഓടിക്കുമ്പോൾ. പിന്നെ ഈ മിററിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു ഡ്യുവൽ പാറ്റേൺ ഒരു ബ്ലാക്ക് ഫിനിഷാണ് കാണുന്നത്. ഇൻറ്റഗ്രേറ്റഡ് ടൈം ഇൻഡിക്കേറ്റർ, മിറർ ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡോർ ഹാൻഡിലെല്ലാം ബോഡി കളറിന് കൊടുത്തിട്ടുണ്ട്. ഇത് ടോപ്പ് എൻഡ് വെർഷനാണ് കേട്ടോ. അതുപോലെ നമുക്ക് റൂഫ് റെയിലും കാര്യങ്ങളെല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. റൂഫിൽ നമുക്ക് ആ ഒരു കോപ്പർ ഫിനിഷ് കാണാം. ഇപ്പോൾ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ലെങ്ത് ഭയങ്കര അഡ്വാൻറ്റേജ് തന്നെയാണ്. 4.2 മീറ്ററാണ് ഓവറോൾ ലെങ്ത് വരുന്നത്. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും 400 വന്നപ്പോൾ വന്ന അപ്ഡേറ്റ് ആണ്. പുതിയതായിട്ട് ഈ ഒരു വെർഷനിൽ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡിൽ പ്രത്യേകിച്ച് കൊണ്ടുവന്നില്ല. EV ബാഡ്ജിങ് ആണ്, മഹീന്ദ്രയുടെ ബാഡ്ജിങ്. ക്യാമറ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് EL പ്രോയിലായിരിക്കും. ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോൾ ഏകദേശം 375 ലിറ്ററാണ് വരുന്നത്. ഞാൻ പറഞ്ഞത് സീറ്റ് 60-40 ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കാണാം അത്യാവശ്യം നല്ല ഒരു സ്പേസിലേക്ക്, ഒരു എക്സ്ട്രാ സ്പേസിലേക്ക് ബൂട്ട് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ അത്യാവശ്യം ഡെപ്ത്ത് കണ്ടല്ലോ, നല്ല ഡെപ്തിലാണ് ഈ ഒരു ബൂട്ട് സ്പേസ് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രത്തോളം സ്പേസ് കിട്ടുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റാണ്. നമുക്ക് 2 വേരിയൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ EC പ്രോയും EL പ്രോയും. അപ്പോൾ EL പ്രോയുടെ കൂടാണ് നമുക്ക് 7.2 kW വരുന്ന ഫാസ്റ്റ് ചാർജിങ്, AC ഫാസ്റ്റ് ചാർജിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നോർമലി നമുക്ക് വരുന്നത് 3.3 kW ആണ്. ഇത് നമ്മൾക്ക് വരുന്നത് നമ്മുടെ 16 ആംപിയർ ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ വീട്ടിലെ പ്ലഗ് പോയിന്റിൽ കുത്തി ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ടബിൾ ചാർജറാണ് ഈ കാണുന്നത്. പിന്നെ DC ഫാസ്റ്റ് ചാർജിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജ് വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 50 മിനിറ്റ്, ഒരു മണിക്കൂറിനകത്തുള്ള ഒരു ടൈമിനകത്ത് നമുക്ക് 200 ചാർജ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ 3.3 kW വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം 13.5 മണിക്കൂറാണ്. ഇനി നമ്മളുടെ 7.2 വരുമ്പോഴേക്ക് 6.5 മണിക്കൂർ. അപ്പോൾ വലിയൊരു പ്രശ്നമില്ലാത്ത ടൈമിങ് തന്നെയാണ് നമുക്ക് ഈ ഒരു ചാർജിങ്ങിന് എടുക്കുന്നത്. നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇറങ്ങിയ 400 ആയിട്ട് വലിയ ചേഞ്ച് ഉണ്ടോ എന്ന് വെച്ചാൽ കുറേ സ്ഥലങ്ങളിൽ ചേഞ്ച് ഉണ്ട്. ഡോർ സൈഡിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ട പാറ്റേൺ തന്നെയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് കാരണം ഒരു പ്രീമിയം ലുക്ക് മാത്രമല്ല പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. 4+2 ആണ് സ്പീക്കേഴ്സ് വരുന്നത്. EL പ്രോയിലാണ് നമുക്ക് ഈ കാണുന്ന ഒരു സ്പീക്കർ സിസ്റ്റം 4+2 കാര്യങ്ങളൊക്കെ വരുന്നത്. ഹാൻഡിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ക്രോം ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ബോട്ടിൽ സ്പേസ് അത്യാവശ്യം നല്ലതാണ്. 2 ബോട്ടിൽ, ഒരു ഫയൽ സ്പേസ്, പിന്നെ നമ്മുടെ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി സീറ്റിലേക്ക് വരുമ്പം അത്യാവശ്യം നല്ല ഒരു ഹൈറ്റുള്ള സീറ്റിംഗ് പൊസിഷൻ, അതൊക്കെ നേരത്തെ ഉള്ള കാര്യമാണ്. അത് ചേഞ്ച് വന്നിട്ടില്ല. പിന്നെ ലെതറൈറ്റ് ഫിനിഷിനകത്തൊക്കെ
ഇപ്പോൾ കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു അപ്ഡേഷൻ വന്നൊരു കാര്യമാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ. കാര്യമായ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മുടെ 700 കാണുന്ന പോലത്തെ ആ ഒരു പാറ്റേൺ, ഒരു ഡീ കട്ട് സ്റ്റിയറിംഗ് വീൽ തന്നെ, ഒരു ഫ്ലാറ്റ് ബോട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ക്രൂയിസ് കൺട്രോൾ, അതുപോലെ ഈ ക്ലസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് കാണാം. അത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് വോയിസ് കമാൻഡ്, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ, ഫോൺ കൺട്രോളും കാര്യങ്ങളെല്ലാം ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു റിച്ച് ലുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിന് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ നേരത്തെ മിസ് ഔട്ട് ആയിരുന്നു, അതൊക്കെ കുറേ ആഡ് ഓൺ ആയിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു സ്വിച്ച് നമുക്കിവിടെ കാണാം. 10.25 ഇഞ്ച് വലുപ്പമുള്ള ഒരു ക്ലസ്റ്ററാണ് നമുക്ക് അവൈലബിൾ ആയിട്ട്, ഫുള്ളി ഡിജിറ്റലാണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് വണ്ടി ഏത് മോഡിലാണ്, ഇപ്പോൾ പാർക്ക് മോഡിലാണ് കിടക്കുന്നത്, എത്രത്തോളം ചാർജും കാര്യങ്ങളുണ്ട്, അതിൽ സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും ടൈം, ടെമ്പറേച്ചർ, അങ്ങനെ ഏത് മോഡിലാണ്. അപ്പോൾ ഫൺ എന്ന് പറയുന്നത് 3 ഡ്രൈവ് മോഡ്സാണ്, ഫൺ, ഫാസ്റ്റ്, ഫിയർലെസ്. അതിൽ ഇപ്പോൾ ഫൺ മോഡിലായിട്ടും നമുക്ക് വേണമെങ്കിൽ ഒരു എക്കോ മോഡെന്ന് പറയാൻ പറ്റുന്ന മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. പിന്നെ അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ അറിയാൻ പറ്റും. ഇപ്പോൾ എത്ര കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ ക്ലസ്റ്ററിൻ്റെ സെയിം സൈസ് തന്നെയാണ് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. എന്ന് വെച്ചാൽ 10.25, ഓൾമോസ്റ്റ് EV ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സ്, മ്യൂസിക് ഇൻഫർമേഷൻ, റേഡിയോ, EVയുടെ സ്റ്റാറ്റിക്സ് ഞാൻ കാണിച്ചു തരാം. ആണ് നമ്മൾ ക്ലസ്റ്ററിൽ കണ്ട കാര്യമാണ്. ഇപ്പോൾ 65% ആണ് ചാർജ് ഉള്ളത്. എമിഷൻ സേവ്ഡ് എത്രയാണെന്ന് കാണിക്കുന്നുണ്ട്, ട്രീസ് സേവ്ഡ് കാണിക്കുന്നുണ്ട്, ടോട്ടൽ കിലോമീറ്റർ ട്രാവൽഡ്, എനർജി കൺസപ്ഷൻ പെർ കിലോമീറ്റർ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ. ഇതൊക്കെ കുറച്ച് നമുക്കൊരു റെഗുലർ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ സ്ക്രീനിൻ്റെ സെൻസിറ്റിവിറ്റി, ടച്ച് സെൻസിറ്റിവിറ്റിയും വളരെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആൻഡ്രോയിഡ് ആട്ടോ, ആപ്പിൾ കാർപ്ലേ ഉള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, വയർലെസ് ആയിട്ടുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സ്. പിന്നെ അടുത്തതായിട്ട് ഇനി വരാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ വരും എന്ന് പറഞ്ഞാണ്. ഓവർ ദ എയർ അപ്ഡേറ്റ്, അപ്പോൾ അത് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു പാറ്റേണൊക്കെ വളരെ ഒരു റിച്ച് ഫീൽ വരുന്നുണ്ട്. ആ കോപ്പർ ടച്ച് ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഫേവറേറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, സെറ്റിങ്സ്, അതുപോലെ നമ്മുടെ റേഡിയോ, ഫോണിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, മ്യൂസിക്, ഹോം. നമുക്ക് ടച്ച് സ്ക്രീൻ വഴിയും അതുപോലെ ഈ ഒരു ബട്ടൺസ് വഴി നമുക്ക് വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. AC വെൻറ്റിൻ്റെ ഡിസൈൻ വളരെ അടിപൊളിയാണ്. ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് വളരെ വേണമെന്ന് താല്പര്യപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ഡ്യുവൽ സോൺ AC. കാരണം 300 ഉണ്ടായിരുന്നു, 400 അത് വന്നില്ല എന്നുള്ളൊരു മിസ് ഔട്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതെല്ലാം ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഡ്രൈവ് മോഡ് നമുക്ക് ഇവിടെയാണ്, ഫൺ, ഫാസ്റ്റ്, ഫിയർലെസ് 3 ഡ്രൈവ് മോഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെയാണ് സ്വിച്ച് ചെയ്യുന്നത്. AC കൺട്രോൾ യൂണിറ്റ്, ഫാൻ കൺട്രോൾ, അതിൻ്റെ കൺട്രോൾ യൂണിറ്റ്, മെമ്മറി, ഡ്യുവൽ സോൺ AC 2 അറിയാമല്ലോ, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 USB ചാർജിങ് സോക്കറ്റ്. പിന്നെ ഇപ്പോൾ നമ്മളെല്ലാ വണ്ടിയിലും വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് വയർലെസ് ചാർജിങ് യൂണിറ്റ്. അത് നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഗ്രിപ്പും റബ്ബർ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, നല്ലൊരു പ്ലേസ്മെൻറ്റ് തന്നെയാണെന്ന് തോന്നുന്നു. അതുപോലെ ഇതാണ് ഗിയർ ലിവർ. ഇത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് 400 ഇറങ്ങിയപ്പോൾ തന്നെ ഈ ഒരു ഗിയർ ലിവർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനകത്ത് മോഡുകൾ നോക്കുകയാണെങ്കിൽ എൽ മോഡുണ്ട്. എൽ മോഡാണ് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന മറ്റൊരു കാര്യം. എൽ മോഡ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പെഡൽ ഡ്രൈവ് ആണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. ഇപ്പം പാർക്കിലാണ് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനും ആ ഒരു റിച്ച് പിയാനോ ഫിനിഷിങ് കാര്യങ്ങളെ കൊണ്ട് വളരെ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ സൺറൂഫ് കണ്ടല്ലോ, ഫുള്ളി ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സൺറൂഫ് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആംബ്രസ്റ്റ് ആയാലും അത്യാവശ്യം നല്ല വലിപ്പം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറേജ് സ്പേസും കാണാം. സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രീമിയം ടച്ച് ആൻഡ് ഫീൽ കിട്ടുന്നുണ്ട്. ഇനി ഗ്ലവ് ബോക്സ്, ഇതൊക്കെ നേരത്തെ ഉള്ള അപ്ഡേഷനിൽ ഉള്ള കാര്യം തന്നെയാണ്. ആ പിയാനോ ബ്ലാക്ക് എലമെൻറ്റിൻ്റെ ഒരു റിച്ച്നെസ് വളരെ നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ബാക്കിൽ റോയിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് നോക്കാം. നമുക്ക് 300 വന്ന കാര്യം തന്നെയാണ് ഈ കാണുന്ന ഒരു പ്ലാസ്റ്റിക് ഫിനിഷ്, ഒരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫയൽ ട്രേ നമുക്ക് ഈ പാറ്റേണിലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ 400 വന്ന സമയത്ത് ഈ ഒരു പാറ്റേൺ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ AC വെൻറ്റ് അവൈലബിൾ ആണ്. ഇവിടെ ഫോൺ വെക്കാനുള്ള ഒരു സ്പേസ്, ഒരു C-പോർട്ട് USB ചാർജിങ് സോക്കറ്റ്, ഇവിടെയാണെങ്കിൽ 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ്. അപ്പോൾ ഈ സീറ്റിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ബാക്കിലോട്ട് ഇട്ടേക്കാണ്, ഈ ഒരു സീറ്റ് മാക്സിമം ഫ്രണ്ടിലോട്ട് ഇട്ടേക്കാണ്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ അറിയാമല്ലോ 4.2 മീറ്റർ വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നുണ്ട്. പിന്നെ 2600 mm വീൽ ബേസും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്പേസ് നമുക്ക് അകത്ത് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ബാക്ക് സീറ്റ് തന്നെയാണ്. തൈ സപ്പോർട്ട് ഓൾമോസ്റ്റ് ഓക്കെ തന്നെയാണ്. ഹെഡ് റെസ്റ്റുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് 60-40 ആയിട്ടാണ് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ആംറസ്റ്റും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ പുറത്തോട്ട് എടുക്കുന്നില്ല, ആംറസ്റ്റ് അവൈലബിൾ ആണ്. ഒരു ബീച്ച് പാറ്റേൺ ആണ് ത്രൂ ഔട്ട് ഇന്ത്യയിൽ. ഒരു പ്രീമിയം ഫീലുണ്ട്. എയർ ബാഗൊക്കെ നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗാണ് സേഫ്റ്റി സൈഡിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സീറ്റിൽ ഇരുന്നപ്പം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മളെ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.
സീറ്റിലിരുന്നപ്പം പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള സീറ്റാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണെന്ന് പറയാം. EL Pro സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 15,49,000 രൂപയാണ്. എക്സ്ഷോറൂം പ്രൈസാണ്. EL Pro ഫസ്റ്റ് വേരിയൻ്റ് എന്ന് വെച്ചാൽ 34.5 കിലോവാട്ട് ബാറ്ററി പാക്ക് ഉള്ളത് 16.74 ലക്ഷം 16,74,000 രൂപയാണ് വരുന്നത്. 39.4 കിലോവാട്ടുള്ള ബാറ്ററി പാക്ക് വരുമ്പോഴത്തേക്ക് 17,49,000 രൂപ. 39.4 39.5 ആവും. 4 ഇതാണ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൈസിങ്ങിൽ തന്നെയാണ് ഇത്രയും ബിഗ്ഗറായിട്ടുള്ള അത്രയും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ വന്നിരുന്നു, ഇപ്പോൾ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഓടിക്കാൻ ഭയങ്കര ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ നേരത്തെ ഓടിച്ചിട്ടുള്ള റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീലിനകത്ത് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല. മെയിനായിട്ട് ഇൻറ്റീരിയറിനകത്തുള്ള ഒരു ചേഞ്ച്, അത്യാവശ്യം നല്ല ക്യാബിൻ സ്പേസ് ഉണ്ട് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ഒരു ലക്ഷറിയസ് ഫീലിലേക്ക് അപ്ഡേറ്റ് ചെയ്തു, അതും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ, പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നുമില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.